ഞങ്ങൾ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞു എൻ ഡി എയുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എൻ ഡി എയുടെ ഒപ്പം തന്നെ തുടരും. ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം വളരെ വ്യക്തമായി തന്നെ എൻ ഡി എയുമായിട്ടുള്ള യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതങ്ങനെയല്ല, അത് പഞ്ചായത്ത് തലത്തിലുണ്ട്. പഞ്ചായത്ത് തലം മുതലുള്ള കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ അവിടെ പലതരത്തിലുള്ള ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ചിലർക്ക് വിടണമെന്നും ചിലർ വിടണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ ഏതാണ്ട് പ്രമേയം പാസ്സാക്കിയെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നത് തെറ്റാണ്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗിൽ നഡ്ഡാജി അവിടെ വെച്ച് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ബി ഡി ജെ എസിന്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള ഏറ്റവും എല്ലാ മുഖ്യമന്ത്രിമാരെല്ലാവരും ഇരുന്ന് അവിടെ വെച്ച് പറയുകയുണ്ടായി. ഞങ്ങളാകെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് 10-12 പേര് മാത്രമാണുള്ളത്. അതിൽ 2-3 മുഖ്യമന്ത്രിമാരുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പറഞ്ഞത് കാര്യം കഴിഞ്ഞ ഇങ്ങനെ ബി ഡി ജെ എസിന് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി, അതിനുശേഷം അവിടെ എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത് ഞാൻ തന്നെ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്.